മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136.15 അടിയായി ഉയർന്നിട്ടുണ്ട്. രാവിലെ 10 മണിയോടുകൂടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. പെരിയാറിന്റെ തീരത്ത് കടുത്ത ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ആളുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പെരിയാറാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടാൽ ആദ്യം എത്തുന്ന ജനവാസ മേഖലയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കാണുന്ന പെരിയാറിൽ കാര്യമായിട്ടുള്ള ജലനിരപ്പില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് ഈ മേഖലയിൽ യാതൊരു സാഹചര്യവുമില്ല. വെള്ളം ഒഴുക്കിവിട്ടാൽ പോലും ഏതാണ്ട് ഒരു 1000 ഖനയടി വെള്ളം തുറന്നുവിടും എന്നുള്ളതാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഒരടിയിൽ കൂടുതൽ ജലനിരപ്പ് പെരിയാറിൽ ഉയരാൻ ഉള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ തീരദേശത്ത് ആശങ്കയില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ നമ്മുടെ പ്രാദേശിക ലേഖകൻ കൂടിയാണ്, അതോടൊപ്പം തന്നെ പെരിയാറിന്റെ തീരദേശവാസി കൂടിയാണ്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടുത്തെ സാഹചര്യം ഇപ്പോഴത്തെ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവും. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മുല്ലപ്പെരിയാർ തുറക്കും എന്നുള്ള ഒരു ഭീതി ജനങ്ങളിലേക്ക് അവർ എത്തിയത് കൊണ്ട് ആളുകൾ തന്നെ അത് തയ്യാറായി കഴിഞ്ഞു. പിന്നെ തന്നെ വല്ല വൃഷ്ടിപ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലും കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ പെരിയാർ നദിയിലെ ജലനിരപ്പ് തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പിൽവേയിൽ ഷട്ടർ വെള്ളം ഉയർത്തി വിട്ടാൽ തന്നെ ഒരു 1000 ഖനയടി വെള്ളത്തിൽ കൂടുതൽ ഒരു കാരണവശാലും വരാൻ വഴിയില്ല. വീടുകളിൽ കയറാനും വളരെ സാധ്യത കുറവാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ തുറക്കാത്തത് തന്നെ ഈ തീരദേശവാസികളോട് ചെയ്ത ഒരു നന്മയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഷാജേട്ടൻ ഈ തീരത്ത് താമസിക്കുന്ന ഒരാളാണ്. പെരിയാറിനോട് ചേർന്നാണ് വീട്. നിങ്ങളൊക്കെ മാറി താമസിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് മാറാത്തത്? ഈ രാത്രി വന്നിട്ട് മാറി താമസിക്കാൻ പറഞ്ഞത് എങ്ങോട്ട് പോകും? എവിടെയാണ് അഭയം? അതുമാത്രമല്ല, സുരക്ഷിതമായിട്ടുള്ള 20ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സജ്ജമാക്കിയത് എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. രാത്രി പെടുന്നതിനെ വന്നിട്ട് പെട്ടെന്ന് തീരദേശവാസികളോട് മാറിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങോട്ട് പോകും? ബന്ധുവീടുകളിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവരും മാറി താമസിക്കേണ്ട സാഹചര്യത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റും പ്രകാരമുള്ള ആൾക്കാരുള്ളത്. എങ്ങോട്ട് പോകും? മാറി താമസം എന്ന് പറയുന്ന ഒരു ശരിയായൊരു ഇത് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ വരുന്നതിനെ കണ്ട് നേരിടുക എന്നുള്ളതല്ലാതെ പിന്നെ അവരോടൊപ്പം ജില്ലാ ഭരണകൂടത്തോടൊപ്പം സഹകരിച്ച് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ 2021 രാത്രി കാലങ്ങളിലൊക്കെ വെള്ളം തുറന്നു വിട്ടത്. അന്നുണ്ടായിരുന്ന സാഹചര്യവും ഇപ്പോൾ പെരിയാറിലുള്ള ജലനിരപ്പും എങ്ങനെയാണ്? അത് നിങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകം തന്നെയായിരുന്നു. കാരണം വെച്ചാൽ പെരിയാർ നദിയിലെ നീരൊഴുക്ക് ശക്തമായ മഴയും അതോടൊപ്പം തന്നെ സ്പിൽവേയിലെ ഷട്ടറുകളിൽ ഉയർത്തിരിക്കുന്നതിൻ്റെ ജലത്തിൻ്റെ അളവും വളരെ ഗണ്യമായിട്ട് തന്നെ ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു. പലരും ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് മാറി താമസിച്ചുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ടതില്ല. യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ഇനിയിപ്പം ഡാമിൽ നിന്നും ഷട്ടറിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം അവിടെ തുറന്ന 10 മണിക്ക് തുറന്നാൽ പോലും ഇവിടെ നമ്മുടെ ഈ നദി ഭാഗത്ത് എത്തിച്ചേരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ 40 മിനിറ്റെങ്കിലും കൊണ്ടാണ് വെള്ളം എത്തിച്ചേരുന്നത്. ചെറിയ തോതിലുള്ള ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കാണ് കാണാൻ സാധ്യതയുള്ളത്. നിങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല? ഒരാശങ്കയില്ല, യാതൊരുവിധ ആശങ്കയില്ല. ഷാജി കുരിശുമൂടാണ്. അദ്ദേഹം നമ്മുടെ മാതൃഭൂമിയുടെ പ്രാദേശിക ലേഖകൻ കൂടിയാണ്, അതോടൊപ്പം തന്നെ പെരിയാറിന്റെ തീരദേശവാസി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് യാതൊരു ആശങ്കയുമില്ല. അതുകൊണ്ട് തന്നെ അവരാരും മാറി താമസിച്ചിട്ടുമില്ല. ലക്ഷ്മി. ശരി ജയൻ, എന്തായാലും മുല്ലപ്പെരിയാർ ഡാം 10 മണിക്കാണ് തുറക്കുന്നത്. പൊതുവെ എല്ലാവർക്കും വലിയൊരു ആശങ്കയൊക്കെ ഉണ്ടാകും ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്. എന്നാൽ ആശങ്കയ്ക്ക് ഒരാവശ്യവുമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. 1000 ഖനയടി വെള്ളമേ ഒഴുക്കി വിടുകയുള്ളൂ. അത് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് പ്രദേശവാസി അടക്കം നമ്മളോട് പങ്കുവച്ച വിവരം.